എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സെറ്റ്സിനെ കുറിച്ചാണ് പഠിച്ചത്, അതായത് ഗണങ്ങളെ കുറിച്ച്. അതിൽ നമ്മൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻ ആൻഡ് ഫംഗ്ഷനാണ്, അതായത് ബന്ധങ്ങളും ഏകതങ്ങളും. ആദ്യം തന്നെ നമുക്കൊരു ഡെഫിനേഷനിൽ നിന്ന് തുടങ്ങാം. എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എം, എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു എൻ ആയാൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ബന്ധങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2/mn ആയിരിക്കും. അതായത് 2 നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് വരുന്നൊരു പ്രോബ്ലം ആദ്യം തന്നെ നോക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8 ആയാൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ബന്ധങ്ങളുടെ എണ്ണം എത്ര? എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എണ്ണം. ബിയിലോ 4 എണ്ണം. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ബന്ധങ്ങളുടെ എണ്ണം എന്തായിരിക്കും? 2n ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. അതായത് 2 into 4, അതായത് 212 എന്ന് കിട്ടും. നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4096. ഓക്കെ, അടുത്തത് നമുക്കിനി കുറച്ച് മലയാളം ടേംസ് നോക്കാം. നമ്മൾ പറഞ്ഞു റിലേഷനെ പറയുന്നത് ബന്ധങ്ങൾ എന്നാണ്. ഇനി ഡൊമൈനെ പറയുന്നത് മണ്ഡലം എന്നാണ്. റേഞ്ചിനെ പറയുന്നത് രംഗം എന്നാണ്. കോഡൊമൈനെ സഹമണ്ഡലം. എന്താണ് ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 etc 14. R ഈസ് ഈക്വൽ ടു സെറ്റ് ordered by xy such that 3x minus y is equal to 0, xy belongs to A. ഈ ബന്ധത്തിൻ്റെ മണ്ഡലം, രംഗം, സഹമണ്ഡലം എന്നിവ കാണുക. സെറ്റ് എ എന്ന് പറയുന്നത് 1 മുതൽ 14 വരെയുള്ള സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു സെറ്റാണ്. അതിൽ റിലേഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 3x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0. അല്ല, എക്സും വൈയും ഈ സെറ്റ് എയിലെ എലമെൻറ്റ്സ് ആണ്. നമുക്ക് എക്സിനും വൈക്കും ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ഇതിൽ നിന്ന് ആദ്യം y ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം. അപ്പോൾ 3x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3x എന്ന് കിട്ടും. ഇനി നമ്മൾ എക്സിന് ഇതിൽ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. കിട്ടുന്ന ഉത്തരം നമുക്ക് എന്തിൽ തന്നെ വേണം? എയിൽ തന്നെ വേണം. അപ്പോൾ നമുക്ക് എക്സിന് ആദ്യം ഒന്നിട്ട് കൊടുക്കാം. ഒന്നിട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 3 into 1 is equal to 3. അതായത് എക്സിന് ഒന്നിട്ട് കൊടുക്കുമ്പോൾ y നമുക്ക് എന്ത് കിട്ടും? 3 തന്നെ കിട്ടും. ഇനി എക്സിന് 2 ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 3 into 2 സമം 6. ഈ 6 പറയുന്നത് എയിലില്ലേ? ഉണ്ട്. അപ്പോൾ നമുക്കിത് കുഴപ്പമില്ല. അടുത്തത് എക്സിന് 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 3 into 3 9. 9ഉം എയിലുള്ളൊരു അംഗമാണ്. അടുത്തത് എക്സിന് 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 3 into 4 12. ഇനി ഇതിൽ എലമെൻറ്റ്സ് വരില്ല. കാരണം എന്താ? അപ്പോൾ നമ്മൾ എക്സിന് 5 ഇട്ട് കൊടുത്തു നിൽക്കുക. 3 into 5 15. 15 ഇതിലുണ്ടോ? ഇല്ല. നമുക്ക് എക്സിന് എവിടെ വരെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ? 4 വരെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇതിൽ ഈ ആദ്യത്തെ ഈ എലമെൻറ്റ്സില്ലേ, ഇതാണ് നമ്മുടെ ഡൊമൈനിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് മണ്ഡലത്തിൽ ഏതൊക്കെ എലമെൻറ്റ്സ് വരും? സെറ്റ് 1 2 3 4. നമ്മൾ ഇട്ട് കൊടുത്ത വാല്യൂസാണ് ഡൊമൈനിൽ വരുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളാണ് റേഞ്ചിൽ വരുന്നത്. അപ്പോൾ റേഞ്ചിൽ രംഗത്തിൽ ഏതൊക്കെ വരും? 3 6 9 12. അടുത്തതാണ് കോഡൊമൈൻ. കോഡൊമൈനെ നമ്മൾ പറയാം സഹമണ്ഡലം എന്നാണ്. കോഡൊമൈൻ വരെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ സെറ്റ് തന്നെയാണ് എന്ത് വരിക? കോഡൊമൈനായിട്ട് വരിക. അതായത് 1 മുതൽ 14 വരെയുള്ള ഈ സെറ്റ് തന്നെയാണ് നമുക്ക് കോഡൊമൈനായിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഓർഡർ പേരായിട്ടാണ് തന്നിരിക്കുന്നത്. x+1 y - 2 is equal to 3 1. ഇതിൽ എക്സും വൈയും കണ്ടുപിടിക്കണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് ഈക്വൽ ആയിരിക്കും. നമുക്ക് എന്ത് കിട്ടി? x+1 is equal to 3. ഇതിൽ നിന്ന് x is equal to എന്ത് കിട്ടും? 2. അതുപോലെ y - 2 is equal to 1. അതിൽ നിന്ന് y is equal to എന്ത് കിട്ടും? 3. എക്സും വൈയും കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അടുത്തത് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിബിംബം എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. സെറ്റ് ordered by 1 3 2 6 എന്ന ബന്ധം പരിഗണിച്ചാൽ 1ന്റെ പ്രതിബിംബമാണ് എന്ത്? 3. 2ന്റെ പ്രതിബിംബം എന്തായിരിക്കും? 6. അടുത്തതാണ് പ്രീ ഇമേജ്. പ്രീ ഇമേജിൻ്റെ മലയാളം വിലോമ പ്രതിബിംബം. അതുപോലെ എം ടി റിലേഷനെ നമ്മൾ എന്താ പറയുക? ശൂന്യബന്ധം. യൂണിവേഴ്സൽ റിലേഷനെ നമ്മൾ സമസ്ത ബന്ധം. ഈക്വലൻസ് റിലേഷൻ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ മലയാളമാണ് സമാന ബന്ധം. ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ അത് ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. റിഫ്ലെക്സീവിനെ പ്രതിസമം, സിമെട്രിക്കിനെ സമമിതം,
അതുപോലെ ട്രാൻസിറ്റീവിനെ സാംക്രമികം എന്നാണ് പറയുന്നത്. പൊതുവെ ഈ വേർഡ്സൊക്കെ ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് പോലെ എഴുതുക ചെയ്യാറ്. ഇനി എന്തെങ്കിലും കാരണവശാൽ മലയാളം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എഴുതിയതാണ്. ഇതിൻ്റെ കണ്ടീഷൻസൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് സെറ്റിലെ എല്ലാ എലമെൻസിനും എ എ എന്ന് പറയുന്ന പേരയിലുണ്ടായിരിക്കണം, റിലേഷനിലുണ്ടായിരിക്കണം. ഇനി എ ബി എന്ന് പറയുന്ന ഒരു പേരയിലുണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന ഒരു പേരുമയിലുണ്ടായിരിക്കണം. ഇനി എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി അതിലുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിനെ ട്രാൻസിറ്റീവ് എന്ന് പറയും. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4. 6 എന്ന് പറഞ്ഞൊരു റിലേഷൻ വന്നിട്ടുണ്ട്. എന്താ 2 2 3 3 4 4 1 2 എങ്കിൽ ഈ 6 എന്ന് പറയുന്ന റിലേഷൻ പ്രതിസമം, സമമിതം, സാംക്രമികം ഇതൊന്നുമല്ല. ഇതിൽ ഏതാ വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഏല എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 4 അല്ലേ? 2 2 ഈ റിലേഷനിലുണ്ട്, 3 3യും ഈ റിലേഷനിലുണ്ട്, 4 4ഉം ഈ റിലേഷനിലുണ്ട്. പക്ഷെ 1 1 ഉണ്ട് ഈ റിലേഷനിൽ ഇല്ല. അപ്പം അതുകൊണ്ട് ഇത് എന്തല്ല, റിഫ്ലെക്സീവ് അല്ല. ഇനി അടുത്ത് നോക്കേണ്ടത് നമുക്ക് സിമെട്രിക് ആണോ എന്നാണ്. ഇതിൽ 1 2 ഉണ്ട്, 2 1 ഉണ്ട്, ഇല്ല. ഇതെന്തല്ല, സിമെട്രിക്കും അല്ല. സിമെട്രിക് അല്ല എന്ന് പറഞ്ഞാൽ സമമിതമല്ല, റിഫ്ലെക്സീവ് അല്ല എന്ന് പറഞ്ഞാൽ പ്രതിസമമല്ല. അടുത്തത് സാംക്രമികം ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ 1 2 ഉണ്ട്, ഇനി 2 വെച്ചിട്ട് വരുന്നത് ഏതാ? 2 2. ആദ്യത്തെ രണ്ടാമത്തെ ലാസ്റ്റത്തെ എലമെൻറ്റ്സ് നോക്കുമ്പോൾ 1 2 1 2ലുണ്ട്. ഓക്കെ, പിന്നെ ഒക്കെ നമുക്ക് 3 3യും 4 4 വരുന്നത് വേറെ ഒന്നും ചെക്ക് ചെയ്യാനില്ല. അതായത് ഇതെന്താണ്, ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു 1 1 ഈ റിലേഷനിലില്ല, അതുകൊണ്ട് അത് പ്രതിസമമല്ല. 1 2 ഉണ്ട്, പക്ഷേ 2 1 ഇല്ല, അതുകൊണ്ട് അത് സമമിതമല്ല. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് സാംക്രമികമാണ്. ഓക്കെ, അടുത്തത് ആൻറ്റി സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു റിലേഷൻ ഉണ്ട്. അതായത് ഒന്നുമല്ല, എ ബി എന്ന് പറയുന്നത് ആ റിലേഷനിലുണ്ട്, ബി എ എന്ന് പറയുന്നതും ആ റിലേഷനിലുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി ആവണം. എങ്കിൽ മാത്രമാണ് ആ റിലേഷനെ നമ്മൾ എന്ത് പറയാം? സിമെട്രിക്, അതായത് ആൻറ്റി സിമെട്രിക് റിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി എ ബി ആ റിലേഷനിലുണ്ട്, ബി എ ആ റിലേഷനിൽ ഇല്ലെങ്കിലും നമ്മൾ അതിന് എന്ത് തന്നെയാണ് പറയുക? അതൊരു ആൻറ്റി സിമെട്രിക് ആണെന്ന് തന്നെയാണ് പറയാം. ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് നോക്കാം. നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻ ഇക്വേഷൻ വരുന്നത് 2n × n-1 ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് എന്ന് പറയുന്നത് 2n × n-1 ആണ്. അതുപോലെ നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ് എന്ന് പറയുന്നത് 2n × n+1/2 ആണ്. അതുപോലെ തന്നെ ബോത്ത് റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് റിലേഷൻ വരുന്നത് 2n × n-1/2 ആണ്. അടുത്തത് ആൻറ്റി സിമെട്രിക് റിലേഷൻസ് വരുന്നത് 2n × 3n × n-1/2. അതുപോലെ അസിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് ആറിലുണ്ട്, ബി എ എന്ന് പറയുന്നത് ആറിലില്ലെങ്കിൽ നമ്മൾ ആ റിലേഷനെ അസിമെട്രിക് റിലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് അസിമെട്രിക് റിലേഷൻ എന്ത് വരും? 3n × n-1/2 ആണ്. അടുത്തതാണ് ഫങ്ഷൻസ്, അതായത് ഏകതങ്ങൾ അല്ലെങ്കിൽ ഫലനങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി രണ്ട് സെറ്റ് തന്നിട്ട് എ ബി, ഇതിലെ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ വരുന്ന രണ്ട് കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. എയിലെ എല്ലാ അംഗങ്ങൾക്കും ബിയിൽ പ്രതിബിംബം ഉണ്ടായിരിക്കണം. അതായത് ഇതിലെ എല്ലാ എലമെൻസിനും ഇതിലൊരു ഇമേജ് ഉണ്ടായിരിക്കണം. ഇനി എയിലെ ഒരു അംഗത്തിനും ബിയിൽ ഒന്നിലധികം പ്രതിബിംബം ഉണ്ടാകാൻ പാടില്ല. അതായത് ഈ ഒന്നിന് തന്നെ രണ്ട് മാപ്പിംഗ് വരാൻ പാടില്ല. ഓക്കെ, ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ഫംഗ്ഷനാണ്. കാരണം ഒന്നിന് ഇവിടെ ഒരെണ്ണുണ്ട്, രണ്ടിനും ഇവിടെ ഒരെണ്ണുണ്ട്, മൂന്നിന് ഇവിടെ ഒരെണ്ണുണ്ട്, -3നും ഒരെണ്ണുണ്ട്. ഓക്കെ, ഇതിന് രണ്ടിന് കോമൺ ആയിട്ടൊരു ഇമേജ് വരുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ 3നും 9 ആണ്, 3ന് വേറെ 6 4 ആവണമെന്നൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ -3ന് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, 9 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം, ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷനാണെന്ന് പറയാം. ഇനി എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലോട്ടുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് ഫങ്ഷൻസ്, എത്ര പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ഫങ്ഷൻസ് ഉണ്ടാവണം? നമ്പർ ഓഫ് വൈ റേസ് ടു നമ്പർ ഓഫ് എക്സ്. ഓക്കെ, ഇനി ഇതൊരു വൈയിൽ നിന്ന് എക്സിലോട്ടാണെങ്കിലോ തിരിച്ചാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് എക്സ് റേസ് ടു നമ്പർ ഓഫ് വൈ. ഓക്കെ, ഇവിടെ വരുന്നതാണ് ആദ്യം വരുന്നത് കേട്ടോ. നമ്പർ ഓഫ് വൈ റേസ് ടു നമ്പർ ഓഫ് എക്സ് ആയിരിക്കും നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എക്സ് ടു വൈ. വൈ ടു എക്സ് എന്ത് വരും? നമ്പർ ഓഫ് എക്സ് റേസ് ടു നമ്പർ ഓഫ് വൈ. ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. If A is equal to set 1 2 3 and B is equal to set AB, find the number of functions from A to B. എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഫങ്ഷൻസിൻ്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്.
നമുക്കറിയാം എങ്ങനെയാണ് വരിക, നമ്പർ ഓഫ് ബി റേസ് ടു നമ്പർ ഓഫ് എ. നമ്പർ ഓഫ് ബി എന്താ 2, 2 റേസ് ടു 3, 2 റേസ് ടു 3 എന്ത് വരും 8. ഓക്കെ, അടുത്തത് നോക്കാം. ആൾജിബ്ര ഓഫ് ഫങ്ഷൻസ്, അതായത് ഫലനങ്ങളുടെ ബീജഗണിതമാണ് ഈ കൊടുത്തിരിക്കുന്നത്. എഫും ജിയും എന്നിവ ആറിൽ നിന്നും ആറിലേക്കുള്ള ഫലനങ്ങളായാൽ ഈ പറയുന്ന 4 കണ്ടീഷൻസ് ആണ്. അതായത് കെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അതുപോലെ എഫ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് ആണ്. എഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. അതുപോലെ എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ്. ഇവിടെ ജി ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. എന്നിവ, അതായത് ഇതൊക്കെ എന്താണ്, ആറിൽ നിന്നും ആറിലേക്കുള്ള ഏകതങ്ങളായിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയറും ജി ഓഫ് എക്സ് 2x + 1 ആയാൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ ഇട്ട് കൊടുത്തു, ജി ഓഫ് എക്സിന് പകരം 2x + 1 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി, x + 1 ഹോൾ സ്ക്വയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് പൊതുവെ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുള്ളതാണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ഫലനത്തിൻ്റെ മണ്ഡലവും രംഗവും എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് √9 - x ആണ്, x² ആണ്. ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാൻ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ചിലതിൻ്റെയൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാല്യൂസാണ് മണ്ഡലം. അത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഉത്തരം പോസിബിൾ ആൻസേഴ്സ് ആണ് എന്ത്, രംഗം. ഇതിൽ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും, അതായത് എക്സിന് നമുക്ക് -3 മുതൽ +3 വരെയുള്ള വാല്യൂസ് കൊടുക്കാം. 4 ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 9 - 16 നമുക്ക് നെഗറ്റീവ് വരും. അപ്പോൾ 4 ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതിൽ ചെറുത് എവിടെ വരെ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് 3 അല്ല, -3യും കൊടുക്കാം 3യും കൊടുക്കാം. അതിനുള്ളിൽ വരുന്ന എല്ലാ വാല്യൂസും കൊടുക്കാം. ശരിക്കും പറഞ്ഞപ്പോൾ നമ്മുടെ മണ്ഡലം എന്താ വരിക, ക്ലോസ്ഡ് ഇൻ്റർവൽ -3 3. അത് ചെയ്യുന്ന രീതിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം 9 - x² എപ്പോഴും > 0 ആയിരിക്കണം. അതിൻ്റെ അർത്ഥം 9 > x² ആയിരിക്കണം. അത് നമ്മൾ തിരിച്ചിട്ടു, അതായത് x² < 9. x² > 9 ആവണമെങ്കിൽ mod x < 3 ആയിരിക്കണം. അതായത് -3 < x < 3. നമുക്ക് എങ്ങനെ എഴുതാം, ക്ലോസ്ഡ് ഇൻ്റർവൽ -3 3. അപ്പം മണ്ഡലം കിട്ടിയില്ലേ. അടുത്തത് നമ്മൾ പറഞ്ഞു റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടാവുന്ന വാല്യൂസ്. 3യും -3യും ഇട്ട് കൊടുത്താൽ നമുക്കിവിടെ 0 ആണ് കിട്ടുക. നമ്മൾ അടുത്തത് എക്സിൽ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എത്ര കിട്ടുക, √9 = 3. അതിൽ കൂടുതൽ വാല്യൂ കിട്ടുമോ, 3യേക്കാൾ കൂടുതൽ വാല്യൂ എപ്പോഴെങ്കിലും കിട്ടുമോ, കിട്ടില്ല. അപ്പം നമുക്ക് 0 മുതൽ 3 വരെയുള്ള വാല്യൂസാണ് ഈ ഡൊമൈൻ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടാവുന്നത്. നമുക്ക് എന്ത് പറയാം, അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, രംഗം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 3. കണ്ടുപിടിച്ച രീതിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ -3 ഇട്ട് കൊടുത്തപ്പോൾ 0 കിട്ടി, 0 ഇട്ട് കൊടുത്തുമ്പോൾ 3 കിട്ടി, 3 ഇട്ട് കൊടുത്തപ്പോൾ 0. അപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ 0 ആണ് വരുന്നത്, മാക്സിമം വാല്യൂ 3 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ രംഗം എന്ത് വരും, ക്ലോസ്ഡ് ഇൻ്റർവൽ 0 3. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x + 3/x - 2 ആയാൽ മണ്ഡലവും രംഗവും കണ്ടെത്തുക. നമുക്കറിയാം മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള പോസിബിൾ വാല്യൂ ആണ്. നമുക്കറിയാം ഇതിൽ താഴത്തെ, അതായത് ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പോൾ x - 2 0 ആവാൻ പാടില്ല. അത് എപ്പോഴാണ് 0 ആവുക, എക്സിന് 2 ഇട്ട് കൊടുത്താൽ മാത്രമല്ല x - 2 0 ആവുക. അത് നമുക്ക് മണ്ഡലം എന്ന് പറയുന്നത് റിയൽ നമ്പറിൽ നിന്ന് 2 എന്ന നമ്പർ ഒഴികെയുള്ളതെല്ലാം നമുക്ക് എവിടെ ഇട്ട് കൊടുക്കാം, ഇതിലിട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ R - Z2 ആണെന്ത്, മണ്ഡലം എന്ന് പറയുന്നത്. ഇനി റേഞ്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഈ എഫ് ഓഫ് എക്സ് = y എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, x + 3/x - 2 = y. ഇതിൽ നിന്ന് x കണ്ടുപിടിക്കാം. x നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും, 3 + 2y/y - 1. ഇതിലെന്താ 0 ആവാൻ പാടില്ലാത്ത, y - 1 0 ആവാൻ പാടില്ല. y - 1 എപ്പോഴും 0 ആവുക, y = 1 ആകുമ്പോൾ. അപ്പോൾ രംഗം റേഞ്ച് എന്ത് വരും, R - Z1. അതായത് റിയൽ നമ്പറിൽ നിന്ന് നമുക്ക് 1 എന്ന് പറഞ്ഞാൽ നമ്പർ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ എന്തായിട്ട് വരിക, റേഞ്ച്, അതായത് രംഗമായിട്ട് വരും. ഓക്കെ, അടുത്തത് നമ്മൾ ഫംഗ്ഷനിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് 1 ഫംഗ്ഷൻ, on-to ഫംഗ്ഷൻ, ബൈജക്റ്റീവ്. ഇതൊക്കെ നമ്മൾ ഫംഗ്ഷനിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഓരോ മലയാളം വേർഡ്സ് നോക്കാം. 1 ഫംഗ്ഷൻ, അതിനെ നമ്മൾ ഇൻജക്റ്റീവ് എന്നാണ് പറയാറ്. അതിനെ നമ്മൾ ഒന്നിനൊന്ന് ഏകതം എന്നാണ് പറയുക. പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻജക്റ്റീവ് എന്ന് തന്നെയാണ് കൊടുക്കാറ്. എന്തെങ്കിലും കാരണവശാൽ മലയാളം കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടണം. ഇനി on-to ഫംഗ്ഷനെ നമ്മൾ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് പറയുക, അതായത് പരിക്ഷേപ ഏകതം. ഇനി ഒരു ഫംഗ്ഷൻ 1 1ഉം on-to ആണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക, ബൈജക്റ്റീവ്.
അതിനെ നമ്മൾ പറയും ഉഭയക്ഷേപ ഏകതം. ഓക്കെ, ഈ വേടൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പൊതുവെ ഇതാണ് ചോദിക്കുക, അഡ്ജക്റ്റീവ്, സബ്ജക്റ്റീവ്, ബൈജക്റ്റീവ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി ചോദിക്കുകയാണ് ചെയ്യാറ്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്തൊരു പ്രോബ്ലം നോക്കാം. എഫ് ഫ്രം ആർ ടു ആർ ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x³ + 5 ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ എന്നത് ബൈജക്റ്റീവ്, ഇൻജക്റ്റീവ്, സർജക്റ്റീവ് ഇതൊന്നുമല്ല. ഈ ഫംഗ്ഷൻ ഇതിലേതാണ് വരുന്നത് നോക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് 3x³ + 5. ഇനി ഇത് എങ്ങനെയാണ് നമ്മളൊരു ഇൻജക്റ്റീവ് ഫംഗ്ഷനാണെന്ന് നോക്കാം. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് നമ്മളെടുക്കും. ഇതിൽ നിന്ന് x1 ഈസ് ഈക്വൽ ടു x2 എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണെന്ന് പറയാം. ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 3x1³ + 5 ഈസ് ഈക്വൽ ടു 3x2³ + 5. അതായത് 3 5 കളഞ്ഞ് എന്ത് വരും? 3x1³ ഈസ് ഈക്വൽ ടു 3x2³. 3 കളഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? x1³ ഈസ് ഈക്വൽ ടു x2³. ഇതിൽ നിന്ന് എന്താ കിട്ടുക? x1 ഈസ് ഈക്വൽ ടു x2 അല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയാം? എഫ് ഇൻജക്റ്റീവ് ആണെന്ന് പറയാം. ഇനി സർജക്റ്റീവ് ആണോ ചെക്ക് ചെയ്യാം. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? y ഈസ് ഈക്വൽ ടു 3x³ + 5 എന്നെടുക്കാം. ഇതിൽ നിന്ന് y - y ഈസ് ഈക്വൽ ടു 3x³ എന്ന് കിട്ടും. പിന്നെ y - y/3 ഈസ് ഈക്വൽ ടു x³ എന്ന് കിട്ടും. ഇതിൽ നിന്ന് x ഈസ് ഈക്വൽ ടു y - 5/3 ഓൾ റേസ് ടു 1/3. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വൈക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഈ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ആറിലുണ്ടായിരിക്കും. റിയൽ വാല്യൂ ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറയുന്നത് ഒരു സർജക്റ്റീവ് ആണെന്ന് പറയാം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? എക്സിന് പകരം ഇതിട്ട് കൊടുത്താൽ നമുക്ക് വൈ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വൈ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് പറയാം? എഫ് ഈസ് എ ബൈജക്റ്റീവ്. ഇൻജക്റ്റീവ് ആണ്, സർജക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇനി നമ്മൾ പറയുന്നത് കുറച്ച് ഇക്വേഷൻസ് ആണ്. അതായത് പോസിബിൾ ആയിട്ടുള്ള ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ്, സർജക്റ്റീവ് ഫംഗ്ഷൻസ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ഒക്കെയാണ് പറയുന്നത്. എ എന്ന് പറയുന്ന സെറ്റിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നും ബി എന്ന് പറയുന്ന സെറ്റിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എമ്മും ആണെങ്കിൽ ഇവിടെ എം വലുതായിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? എം ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ ഫാക്ടോറിയൽ. അതുപോലെ തന്നെ നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് എമ്മും നമ്പർ ഓഫ് ബി എന്ന് പറയുന്നത് 2ഉം ആണെങ്കിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് 2m-2 ആണ്. ഇനി നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു എമ്മും നമ്പർ ഓഫ് ബി ഈസ് ഈക്വൽ ടു എന്നും ആണെങ്കിൽ നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? എയിൽ നിന്ന് ബിയിലോട്ടുള്ളത്. അതിന് നമ്മൾ ഈ ഇക്വേഷനാണ് ഫോളോ ചെയ്യുന്നത്. അതായത് n⁻m-nc1 n-1 all raised to m plus nc2 n-2 all raised to m minus nc3 n-3 all raised to m plus etc minus nc(n-1) 1 raised to m where m greater than or is equal to n. ഈ ഇക്വേഷനാണ് ഫോളോ ചെയ്യുന്നത്. പൊതുവെ തൊട്ട് മുന്നേ പഠിച്ചിട്ടില്ല. അതായത് നമ്പർ ഓഫ് ബി 2 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഇനി നമ്മൾ ഇൻജക്റ്റീവ് നോക്കി, സർജക്റ്റീവ് നോക്കി. അടുത്തത് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആവണമെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് എയും നമ്പർ ഓഫ് ബിയും ഈക്വൽ ആയിരിക്കണം. പിന്നെ നമ്പർ ഓഫ് എ നമ്പർ ഓഫ് ബി ഈക്വൽ ഈസ് ഈക്വൽ ടു നമ്മൾ ഈ എം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻസിൻ്റെ നമ്പർ എന്തായിരിക്കും? എം ഫാക്ടോറിയൽ ആയിരിക്കും. അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ എന്ന് പറയുന്ന സെറ്റിൽ എലമെൻറ്റ്സ് എ ബി സി ഡി, ബി എന്ന് പറയുന്ന സെറ്റിൽ എലമെൻറ്റ്സ് യു വി ഡബ്ല്യു. എയിൽ നിന്ന് ബിയിലോട്ടുള്ള സർജക്റ്റീവ് ഏകതങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 4ഉം നമ്പർ ഓഫ് ബി എന്ന് പറയുന്നത് 3യുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്തിരി വലിയൊരു കേശപ്പനെ പഠിച്ചില്ലേ, അത് വെച്ചിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. സർജക്റ്റീവ് ഏകതങ്ങളുടെ എണ്ണം അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3⁻⁴ - 3c1 3-1 all raised to 4 plus 3c2 3-2 all raised to 4 ചെയ്ത് നോക്കിയാൽ കിട്ടും. 3⁻⁴ എന്ന് പറയുന്നത് 81 ആണ്. 3c1 എന്ന് പറയുന്നത് 3 ആണ്. 3-1 എന്ന് പറയുന്നത് 2⁴ പ്ലസ് 3c2 എന്ന് പറയുന്നതും 3 ആണ്. 3-1 1 raised to 4 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 36 എന്ന ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഗണം എയിൽ 106 അംഗങ്ങളുണ്ട്. ഗണം എയിൽ നിന്ന് എയിലോട്ടുള്ള ബൈജക്റ്റീവ് ഏകതങ്ങളുടെ എണ്ണം എത്ര? നമ്മൾ പറഞ്ഞു എയിൽ നിന്ന് എയിലോട്ടുള്ള ബൈജക്റ്റീവ് ഏകതങ്ങളുടെ എണ്ണം എന്തായിരിക്കും? അതിൻ്റെ നമ്പറിൻ്റെ ഫാക്ടോറിയൽ. ഇവിടെ എത്ര നമ്പർ ഉണ്ട്? അംഗങ്ങളുണ്ട് 106 ഉള്ളത്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 106 ഫാക്ടോറിയൽ. ഓക്കെ. ഗണം എയിൽ 3 അംഗങ്ങൾ, ഗണം ബിയിൽ 4 അംഗങ്ങൾ. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഇൻജക്റ്റീവ്
ഇൻജെക്ഷനുകളുടെ അതായത് ഇൻജക്റ്റീവ് ഫംഗ്ഷനുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു 3, നമ്പർ ഓഫ് ബി ഈസ് ഈക്വൽ ടു 4. ഇൻജക്റ്റീവ് ഏകതകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ 4p3 അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അതായത് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 മൈനസ് 3 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 24. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്തതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ, അതായത് സമ്മിശ്ര ഏകതം. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷനും ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടൊരു പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്, ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് എന്നിവ ആയാൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സിൻ്റെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇ ഓഫ് എക്സ് ആണെന്ന് നമുക്കറിയാം, ജി ഓഫ് എക്സ് ലോഗ് എക്സ് ആണെന്നറിയാം. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഡെഫിനേഷൻ അനുസരിച്ച് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ്, ജി ഓഫ് എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? ലോഗ് എക്സ് ഇട്ട് കൊടുക്കുക. ഇനി എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? ലോഗ് എക്സ് ഇട്ട് കൊടുക്കുക. ഇ റൈസ് ടു ലോഗ് എക്സ് എന്താണ്? എക്സ് തന്നെയാണ്. ഇതിൻ്റെ ഉത്തരം എന്താ വരിക? നമുക്ക് എക്സ്. നമുക്ക് ഇനി അടുത്തൊരു വേർഡാണ് ഇൻവേർട്ടബിൾ. ഇൻവേർട്ടബിളിനെ നമ്മൾ പ്രതിലോമ്യം എന്നാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x മൈനസ് 4 എങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുക, ഈ തന്നിരിക്കുന്നതിനെ വൈ എന്നെടുക്കും, എന്നിട്ട് ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കും. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x മൈനസ് 4 ആണ്. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് എടുത്തു, അതായത് 3x മൈനസ് 4 ഈസ് ഈക്വൽ ടു വൈ എന്ന് എടുത്തു. ഇതിൽ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? വൈ പ്ലസ് 4/3. ഈ അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്താണെന്ന് നമുക്ക് വരിക? ഇതെന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആണിത്. അതിൽ വൈക്ക് പകരം എക്സ് ഇട്ട് കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ ഇത് ഒരു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4/3. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ ശൂന്യഗണമാകുകയും ബിയിൽ എം അംഗങ്ങൾ ഉണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള മാപ്പിങ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്ത് വരും? എ നൾ സെറ്റാണ്, അപ്പോൾ അതിൽ എലമെൻറ്റ്സ് ഇല്ല. ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? എം. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻസിൻ്റെ എണ്ണം എന്താ വരിക? ഇതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് റേസ് ടു ഇതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര? എം റേസ് ടു 0. എം റേസ് ടു 0 എന്ത് വരും? 1. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താം. താങ്ക് യു.